ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ആഡ്സ് റൺ ചെയ്യുക എന്ന് പറയുന്നത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. നിങ്ങൾക്ക് ഈസിയായി ചെയ്യാൻ പറ്റുന്നുള്ളൂ. നിങ്ങൾക്കൊരു മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ അറിയോ, എന്നാൽ നിങ്ങൾക്ക് ലാപ്ടോപ്പും യൂസ് ചെയ്യാൻ പറ്റും. ലാപ്ടോപ്പ് യൂസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടൂൾസുകളും പഠിക്കാൻ പറ്റും. ടൂൾസുകൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ടൊക്കെ ചെയ്യാനും പറ്റും. പക്ഷേ ഒരു കാര്യം എന്താണെന്നുള്ളത്, ഇതിൽ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. കോമ്പറ്റീറ്റർ അനാലിസിസ്, ഓഡിയൻസിനെ പഠിക്കണം, അങ്ങനത്തെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ ഒരു ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ചെറിയ നിങ്ങളുടെ ബിസിനസ്സിനെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്ര വലിയ രീതിയിൽ അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണമെന്നൊന്നുമില്ല. ജസ്റ്റ് ഈ ടൂൾസ് പഠിച്ചിരിക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. നമ്മളിത് പാർട്ട് 2 ആണ്, രണ്ടാമത്തെ പാർട്ടാണ്. അതായത് നിങ്ങൾക്ക് ഓൾറെഡി എങ്ങനെയാണ് ആഡ്സ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെന്നൊക്കെ അറിയെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു തുടങ്ങാം. അല്ല നിങ്ങൾക്ക് ഒന്നും അറിയില്ല, ഒട്ടും അറിയില്ല, നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നമ്മളിതിൻ്റെ ഒരു പാർട്ട് 1 ഇട്ടുണ്ട്. ഇത് പാർട്ട് 2 ആണ്. ഇതിൽ നമ്മളൊരു സ്റ്റുഡൻ്റ് ആയിട്ടാണ് ഒരു ക്ലാസ്സാണ്, അത് ഞാൻ റെക്കോർഡ് ചെയ്യുന്നതാണ്. ആ ക്ലാസ്സിൽ ആ ഒരു സ്റ്റുഡൻറ്റ് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾ ഫസ്റ്റ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും, കുറച്ച് ഡൗട്ടുകളും ഉണ്ടാവും. അത് ആൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതിനുള്ള ആൻസേഴ്സും ഈ ഒരു വീഡിയോയിൽ ഫുള്ളായി കൊടുത്തിട്ടുണ്ട്. സോ ഞാൻ ഒന്നുകൂടി പറയുന്നു, നിങ്ങൾക്ക് ഒന്നും അറിയില്ല, ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം ഒന്നും അറിയില്ലെങ്കിൽ, പക്കാ ബേസിലാണ് നിങ്ങൾ നിൽക്കുന്നെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ആ ഫസ്റ്റത്തെ വീഡിയോ ഒന്ന് കാണുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, മുകളിലും ലിങ്ക് കൊടുക്കാം, ഇപ്രസൈഡ് ആയിരിക്കും, ലിങ്ക് കൊടുക്കാം. സോ ആ വീഡിയോ ഒന്ന് കാണുക. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ അന്ന് ചെയ്തതിന് ശേഷമുള്ള ഒരു കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടാണ് പറയാൻ പോകുന്നത്. പിന്നെ ഈ ഒരു പാർട്ടാണ്, ഇതിലാണ് നമുക്ക് എന്ന് മുതൽ എന്ന് വരെയുള്ള റിസൾട്ട് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഇന്നലെ വന്ന റിസൾട്ടാണെങ്കിൽ ടുഡേയിൽ അടിച്ചുപിടിച്ചാൽ ടുഡേയിൽ വരും. ഓക്കെ, അത് ഈ ഒരെണ്ണം റൺ ആക്കിയില്ല, അതുകൊണ്ടാണ്. ഇപ്പോൾ മാക്സിമം ഇട്ട് കഴിഞ്ഞാൽ ഇത് എന്ന് മുതൽ ഈ അക്കൗണ്ടിൽ ആഡ് അക്കൗണ്ടിൽ ഏതൊക്കെ ആഡ്സ് റൺ ചെയ്താൽ മുതലോ അന്ന് മുതൽ ഇന്ന് വരെയുള്ള എല്ലാ ലീഡ്സിന്റെ ആണെങ്കിൽ എല്ലാത്തിന്റെയും റിസൾട്ട് കാണിക്കാൻ പറ്റും മൊത്തത്തിൽ. അതായത് മാക്സിമം എത്ര പേര് കണ്ടു, നമ്മളെ കോണ്ടാക്ട് ചെയ്തു, എല്ലാം. അത് നമുക്ക് കസ്റ്റം ചെയ്യാൻ പറ്റും. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ സൈഡിൽ. അതെ, റീസെന്റ് യൂസ്ഡ് ടുഡേ, ലാസ്റ്റ് 13 days, ലാസ്റ്റ് 18 days എത്ര കിട്ടി, ടുഡേ, യെസ്റ്റർഡേ. ഇത് നമുക്ക് കസ്റ്റം ചെയ്യാനും പറ്റും. ഇന്ന ഡേറ്റ് മുതൽ ഇന്ന ഡേറ്റ് വരെ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ ഡേറ്റ് വെച്ചിട്ട് മന്ത് ഇയർ ഒക്കെ വെച്ചിട്ട് മന്ത് ഇയർ ഒക്കെ വെച്ചിട്ട് ആഡ്സ് കാണാൻ പറ്റും. അതിപ്പോൾ വേറെ ഏതെടുക്കുകയാണെങ്കിൽ അത് മതി, കാണാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതിലേക്ക് എങ്ങനെ അതോടെ പിന്നെ ചെയ്യാം. ഒബ്ജക്റ്റീവ്സ് നമ്മൾ ഇന്നലെ ഓൾറെഡി പറഞ്ഞത്, അവയർനെസ് ക്യാമ്പയിൻസ് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ ആളുകളിലേക്ക് നമ്മളുടെ വീഡിയോസ് അല്ലെങ്കിൽ ബ്രാൻഡിനെ അല്ലെങ്കിൽ ബിസിനസ്സിനെ എത്തിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് അവയർനെസ് ക്യാമ്പയിൻസ്. ഓക്കെ, ട്രാഫിക് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ആഡ്സിൽ നിന്ന് വേറൊരു ഡെസ്റ്റിനേഷനിലേക്ക്, അതായത് നമ്മുടെ വെബ്സൈറ്റിലേക്കോ അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിലേക്കോ ഫേസ്ബുക്ക് ഇവന്റ്സിലേക്കോ അത്തരത്തിൽ നമ്മൾ ചെയ്യുന്ന ആഡ്സിനെ വേറൊരു ഡെസ്റ്റിനേഷനിലേക്ക് കൊണ്ടുപോകുന്നതിനാണ് ട്രാഫിക് ക്യാമ്പയിൻസ് എന്ന് പറയാം. ഓക്കെ, എൻഗേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതൽ മെസ്സേജസ് തരാനോ അല്ലെങ്കിൽ മെസ്സേജസ് ത്രൂ പർച്ചേസ് നടത്താനും അല്ലെങ്കിൽ പേജിലേക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ ചെയ്ത വാട്സപ്പിലേക്ക് എൻക്വയറി പോകുന്നത്, അതൊക്കെ എൻഗേജ്മെന്റ് ക്യാമ്പയിനിൽ വരും. ഇനി നെക്സ്റ്റ് ലീഡ്സ്, ഇതിലും വാട്സപ്പിലേക്ക് നമുക്ക് ലീഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ നമുക്ക് ലീഡ്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അവരുടെ ഡീറ്റെയിൽസ് കിട്ടും. Maybe age, അവരുടെ പേര്, ക്വാളിഫിക്കേഷൻ, നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുക്കാൻ പറ്റും. അത് നമുക്ക് ആൻസർ. ഓക്കെ, പിന്നെ ആ പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്ന മറ്റേ അരിക്കെ അങ്ങനത്തെ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാവും. എന്താ അരിക്കെ എന്ന് പറഞ്ഞാൽ? അരിക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയാ, ഡേറ്റിംഗ് ആപ്ലിക്കേഷൻ ആണ്. അതിന്റെ പരസ്യം ഇങ്ങനെ പോകും. അല്ല, ഞാൻ പറഞ്ഞ കൂടുതൽ അവര് ആഡ്സ് നല്ല രീതിയിൽ ചെയ്യാറുണ്ട്, അതുകൊണ്ട് ഒരു എക്സാമ്പിൾ ഇട്ട് പറഞ്ഞത്. ഓക്കെ, സെയിൽസിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ ത്രൂ സെയിൽസ് നടത്താണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. ഇതിൽ ട്രാഫിക്കിനേക്കാളും അതായത് ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ഉണ്ടാവും, നിങ്ങൾ വെബ്സൈറ്റ് ത്രൂ ആണ് നിങ്ങളുടെ പ്രൊഡക്റ്റ് സെൽ ചെയ്യുന്നത്. എനിക്ക് മനസ്സിലായി, ഇ കൊമേഴ്സ് അല്ലെങ്കിൽ ഓൺലൈൻ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു. അതിനാണ് സെയിൽസ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അവയർനെസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അവയർനെസ് ക്യാമ്പയിൻസ്. ഓക്കെ, കണ്ടിന്യൂ കൊടുക്കുക. ഇതിലൊരു നെയിം കൊടുക്കണം, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഓൾറെഡി പറഞ്ഞ വീഡിയോസ് ആണ്, എന്നാലും ഞാൻ പറയാം. ഇപ്പോൾ എൻ്റെതാണ് ബിസോൾ വേണ്ടിയിട്ട് റൺ ചെയ്യുന്നു. അതിൻ്റെ അവയർനെസ് ക്യാമ്പയിൻ അല്ലേ, അവയർനെസ് ക്യാമ്പയിൻ. ദെൻ ഡേറ്റ്.
നമ്മുടെ കമ്പനിയുടെ കൊടുക്കുകയാണെങ്കിൽ കുറച്ച് നമ്മളെ കമ്പനി അതാണ്. ഇപ്പൊ ഇത് ഞാൻ എന്റെ അക്കൗണ്ട് എടുത്തിരിക്കും, ഓക്കെ അതുകൊണ്ടാണ് ബിസെറ്റ്. ഇപ്പൊ നിങ്ങൾ വേറൊരു കമ്പനിക്ക് അവരെ ഫസ്റ്റ് സാധനം ഇട്ടാൽ ഇത് ക്യാമ്പയിൻ നെയിം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ക്യാമ്പയിനാണ് ആര് ചെയ്തതാണ് അതൊക്കെ ഐഡന്റിഫൈ ചെയ്യാം. നമുക്കൊരു ഐഡിയക്ക് വേണ്ടിയിട്ടാണ് ക്യാമ്പയിൻ നെയിം. അത് പുറത്തുള്ള ആരും കാണുമൊന്നുമില്ല. ഇപ്പൊ ഡേറ്റ് കൊടുത്തു, അത് പുറത്തുള്ളവർക്ക് കാണാൻ കഴിയില്ല അല്ലേ? ഇല്ല, നമുക്കേ കാണാൻ പറ്റുള്ളൂ. ഇനി ഓപ്ഷൻ ടൈപ്പ് പറഞ്ഞു, ഇതൊക്കെ പോട്ടെ. സെറ്റ് ഇവിടെ മെയിൻലി ഈ ഒരു എഡിറ്റ് ഇത് മാത്രം നെയിം കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. ബഡ്ജറ്റ് ഒക്കെ ഉണ്ടല്ലോ അവിടെ എഴുതിയാണ്, അത് നമ്മൾ നെക്സ്റ്റ് അടുത്തതിലേക്ക് വരും. ഇപ്പൊ ഇവിടെ അവയർനെസ് ക്യാമ്പയിൻസ് അല്ലേ, ഇത് ജസ്റ്റ് നെയിം എന്ത് ചെയ്യുന്നത് ഇതന്നെ എടുത്തിട്ട് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്താൽ മതി. എവിടെയൊക്കെ പേസ്റ്റ് ചെയ്യണം? അതായത് ഇവിടെ ഈ ബഡ്ജറ്റ് വന്നില്ലേ, ഈ ബഡ്ജറ്റ് എന്താ വെച്ചാൽ ഇതിന് ആഡ് സെറ്റ് എന്ന് പറയാം. ഈ ആഡ് സെറ്റ് പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ അണ്ടറിൽ തന്നെ 2-3 ആഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് എന്തിനാ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഡിഫറെന്റ് ഓഡിയൻസിനാണ് ഫോക്കസ് ചെയ്യുന്നത്, ഡിഫറെന്റ് ലൊക്കേഷൻസ് ഒക്കെയാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം 2-3 ആഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് മൊത്തത്തിൽ ക്യാമ്പയിനിന് ബഡ്ജറ്റ് ഫിക്സ് ചെയ്യണോ അല്ലെങ്കിൽ ഓരോ ആഡ് സെറ്റിനും ഓരോ എമൗണ്ട് വേണോ എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓരോ ആഡ് സെറ്റിനും ഓരോ ബഡ്ജറ്റ് എന്നുള്ളത് അതാണ് ഇവിടെ ജസ്റ്റ് കൊടുക്കാനുള്ളത്. അപ്പൊ ആഡ് സെറ്റിനാണ് കൊടുത്തത്. സോ നെക്സ്റ്റ് പോവാ. പേജസ് നമ്മുടെ പെർഫോമൻസ് ഗോൾ എന്താണെന്ന് ചോദിച്ചാൽ മാക്സിമം റീച്ച് ഓഫ് ആഡ്സ്. ഓക്കെ, മാക്സിമം റീച്ച് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ ഫേസ്ബുക്ക് പേജ് കറക്റ്റ് ആണോ നോക്കുക, കാരണം നമുക്ക് കുറെ വേറെ അക്കൗണ്ട്സിന്റെ ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് വരും. അപ്പോൾ സെലക്ട് ചെയ്യുക. ഇതെന്ന് വെച്ചാൽ ഫ്രീക്വൻസി കൺട്രോൾ, അതായത് ഒരു വീക്കിൽ, അതായത് 7 ദിവസത്തിൽ ഇപ്പോൾ കണ്ട ആൾക്ക് തന്നെ എത്ര പ്രാവശ്യം മാക്സിമം നിങ്ങൾക്ക് കാണിക്കാം. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ആഡ് കണ്ടു, ഞാനൊരു ആഡ് ചെയ്തു, അത് നിങ്ങൾക്ക് ഒരു പ്രാവശ്യം കാണിച്ചു. ഓക്കെ, അങ്ങനെ എത്ര പ്രാവശ്യം കാണിക്കണം എന്ന് മാക്സിമം ഒരാൾക്ക് 7 ദിവസത്തിൽ 2 പ്രാവശ്യം കാണിച്ചാൽ മതി, അല്ലെങ്കിൽ 1 പ്രാവശ്യം കാണിച്ചാൽ മതി. അത് ഇവിടെ സെറ്റ് ചെയ്യുന്നതാണ് ഫ്രീക്വൻസി കൺട്രോൾ. ഓക്കെ, അതാണ് ബെറ്റർ. അതർവൈസ് ഇറിറ്റേറ്റിംഗ് ആവും. എന്ത് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്ന വീണ്ടും വീണ്ടും സെയിം ആഡ് തന്നെ കണ്ടിരിക്കാൻ അത് നമുക്ക് സെറ്റ് ചെയ്യാം എത്രയാണ് വേണ്ടത് വെച്ചാൽ. അതിനാണ് ഫ്രീക്വൻസി. യെസ്, ഫ്രീക്വൻസി കൺട്രോൾ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് വൺസ് ഇൻ എ വീക്ക്. ഓക്കെ, വൺസ് ഇൻ എ വീക്ക്. ഓക്കെ, താങ്ക് യു. അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള പാട്ടാണ് ബഡ്ജറ്റ് ആൻഡ് സ്കെഡ്യൂളിംഗ്. അതായത് ഷെഡ്യൂൾ അല്ലേ, അതായത് ഡെയിലി ബഡ്ജറ്റ് ഉണ്ട്, ലൈഫ് ടൈം ബഡ്ജറ്റ് ഉണ്ട്. ഇപ്പൊ ഒരു ക്ലയന്റ് നമ്മളോട് പറയാണ് 1400 രൂപയാണ് ഈ ആഴ്ചത്തേക്ക്, ഈ ആഴ്ചത്തേക്ക് നീ 1400 രൂപയ്ക്ക് മാത്രം ഈ ആഡ് റൺ ചെയ്താൽ മതി. അപ്പൊ നമ്മൾ ലൈഫ് ടൈം ബഡ്ജറ്റ് എടുക്കും, നേരെ എന്ത് ചെയ്യും 1400 കിട്ടും. ഓക്കെ, അപ്പൊ 1400 രൂപ തീരുന്ന വരെ എന്ത് ചെയ്തോളൂ, ആഡ്സ് റൺ ചെയ്തോളൂ. ഇനിയിപ്പോ ഡെയിലി ബഡ്ജറ്റ് ആണ്, ഈ ഡെയിലി 200 രൂപ വെച്ച് സ്പെൻഡ് ചെയ്തോട്ടെ ക്ലയന്റ് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡെയിലി ബഡ്ജറ്റ് ഇടാം. ഓക്കെ, ഇതില് ലൈഫ് ടൈം ബഡ്ജറ്റിൽ സ്റ്റാർട്ട് ഡേറ്റ് ഉണ്ടാവും, എൻഡ് ഡേറ്റ് ഉണ്ടാവും. ഓക്കെ, പക്ഷെ ഇവിടെ ഡെയിലി ബഡ്ജറ്റിൽ നമുക്ക് എൻഡ് ഡേറ്റ് വേണമെങ്കിൽ കൊടുക്കാം, കൊടുത്തില്ലെങ്കിലും ആ പറയുന്ന എമൗണ്ട് തീരുമ്പോൾ അതങ്ങ് തീർന്നോളൂ അല്ലേ. അതായത് നമ്മൾ ഓൾറെഡി ബില്ല് ചെയ്തു, അതായത് ഇത്ര എമൗണ്ട് ഇടും, ആ എമൗണ്ട് തീരുമ്പോൾ എന്താവും. ഇപ്പൊ ഇത് ഈ ഡെയിലി നമുക്ക് 200 രൂപ, ഡെയിലി 200 രൂപ സ്പെൻഡ് ആവും. അത് ആവറേജ്. ഓക്കെ, അപ്പൊ ഇത് എത്ര ദിവസത്തേക്കാണ് ഇവിടെ എഴുതിയാണ്? എത്ര ദിവസത്തേക്കാന്നില്ല, അത് ആവും. അതാ പറഞ്ഞത്, വേണമെങ്കിൽ എന്റെ ഡേറ്റ് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഡെയിലി അതൊരു ദിവസം കിട്ടിയില്ലെങ്കിൽ എല്ലാ ദിവസവും അങ്ങനെ പോയിക്കൊണ്ടിരിക്കില്ലേ പൈസ. അതാണ് പറഞ്ഞത്. അതായത് ഇത് ആഡ്സ് ചെയ്യുന്നവരാണ് എന്ത് ചെയ്യാം, എന്റെ ഡേറ്റ് വേണമെങ്കിൽ ഇട്ടാം. നിങ്ങൾ ഡെയിലി എന്ത് ചെയ്യും, ഈ ആഡ് അക്കൗണ്ട് കയറി നോക്കും, അല്ലെങ്കിൽ നിങ്ങളൊരു ഡിജിറ്റൽ മാർക്കറ്ററാന്ന് വിചാരിക്കാം. നിങ്ങളുടെ ജോബ് എന്താ, ആഡ്സ് നോക്കുക, അതിന്റെ പെർഫോമൻസ് നോക്കുക, ഈ കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ ഡെയിലി കയറി നോക്കുമല്ലോ. അപ്പോൾ ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ഇന്ന് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഇന്ന് സ്റ്റോപ്പ് ചെയ്യാം, നാളെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നാളെ സ്റ്റോപ്പ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന ദിവസം മുതൽ ഇപ്പൊ ഓരോ ഓണം ഓഫർ ഒക്കെ ആണെങ്കിൽ എന്താ, ഓണം കഴിഞ്ഞിട്ട് ഈ ആഡ് റൺ ചെയ്തൊരു കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ എന്റെ ഡേറ്റ് കൊടുക്കും. ഇൻ കേസ് ഫോർ എക്സാമ്പിൾ നമ്മൾ ഇതുപോലെ ഇപ്പോൾ ഡേറ്റ് മുൻകൂട്ടി കൊടുത്തില്ല, അപ്പൊ നമ്മൾ 2 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഡേറ്റ് അങ്ങനെ കൊടുക്കാൻ പറ്റുമോ? എന്ത് കൊടുക്കാൻ പറ്റുമോ? ഐ മീൻ ഇന്ന ഡേറ്റിൽ നമുക്കിപ്പോൾ നമ്മളിപ്പോൾ ഡേറ്റ് കൊടുക്കാതെ ഒരു ആഡ് കൊടുത്തു, ഇന്ന് കൊടുത്തു എന്നിരിക്കട്ടെ, എത്ര ഡേറ്റ്, ഇന്ന് 19/8/2026, അതായത് ഓഗസ്റ്റ് 19-ാം തീയതി. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ 21-ാം തീയതി, ഇന്നിപ്പോ നമ്മൾ ഡേറ്റ് ഇട്ടില്ലേ, അപ്പൊ 21-ാം തീയതി നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമെന്ന് വെച്ചിട്ട് നമ്മൾ നാളെ, അതായത് 20-ാം തീയതി ഓഗസ്റ്റിന് നമ്മൾ ഇത് ഡേറ്റ് ഇടുകയാണ്, അതായത് 21-ാം തീയതിയിലെ ഡേറ്റ് ഇടുകയാണ്. അപ്പൊ 21-ാം തീയതി അത് സ്റ്റോപ്പ് ആവൂലേ? നമ്മൾ ഫിക്സ് ആക്കുന്ന ടൈമിൽ ഡേറ്റിൽ, അല്ലെങ്കിൽ ഐ മീൻ നാളെ വേണമെങ്കിൽ നമുക്ക് ഡേറ്റ് ഇടാൻ പറ്റില്ല എന്ന് മാറ്റാൻ പറ്റും, എഡിറ്റ് കൊടുത്താൽ. ഓക്കെ, ഇനി ബഡ്ജറ്റ് സ്കെഡ്യൂളിങ് ഇന്ന ടൈമിൽ, അതായത് ഇപ്പൊ ഓഗസ്റ്റ് 10-ാം തീയതി ഇന്ന ഡേറ്റിൽ ഇന്ന ടൈമിൽ എന്ത് ചെയ്യുക, മാക്സിമം എമൗണ്ട്
കൂട്ടി സ്പെൻഡ് ചെയ്തോട്ടെ ഓക്കെ. എന്ന് പറയുകയാണ്. അതിന് നമുക്ക് സ്കെഡ്യൂൾ ചെയ്യാം. ഇന്ന ഡേറ്റിൽ ഇന്ന ടൈം വരെ നമുക്ക് നല്ല രീതിയിൽ സ്പെൻഡ് ആയിക്കോട്ടെ എന്ന് പറയുകയാണെങ്കിൽ ആ ഒരു ഉദ്ദേശത്തോട് ചെയ്യുന്നതാണ് സ്കെഡ്യൂൾ ബഡ്ജറ്റ്. അല്ല ഡെയിലി അല്ലെങ്കിൽ മറ്റേടെ ഇതിന് ഐഡിയയിൽ പോക്കോട്ടെ എന്നാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് വേണ്ടെന്ന് വെക്കാം. ഓക്കെ 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 ഗോട്ട് ദ പോയിന്റ്. യെസ്. ഇനി അടുത്ത് വരുമ്പോൾ ഓഡിയൻസിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ലൊക്കേഷൻ സെറ്റ് ചെയ്യും. ലൊക്കേഷൻ ഇപ്പോൾ എനിക്ക് കോഴിക്കോടാണ് വേണ്ടെങ്കിൽ ഞാൻ കോഴിക്കോട്. ഓക്കെ, കോഴിക്കോടും വേണം, കോഴിക്കോട് കേരള. അപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഓൾ ഓവർ കേരള ആണെങ്കിൽ നേരെ വരിക കേരള എന്നടിക്കുക. അത് സ്റ്റേറ്റാ. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ് അങ്ങ് എടുത്തോളൂ. എവിടെ കിട്ടും? മുകളിലല്ലേ? കേരള കൺട്രി, ഇന്ത്യ, കേരള ഇവിടെ ഉണ്ടോ? ഓക്കെ, മൊത്തത്തിൽ സെറ്റാണ്. കേരള മൊത്തം സെറ്റായി. അത് ഓക്കെ അല്ലേ? ഇനി ഇവിടെ റീച്ച് മോർ പീപ്പിൾ ലൈക്ക് ടു റെസ്പോണ്ട് യുവർ ആഡ് എന്നുണ്ട്. അതായത് വി വിൽ ഓൾസോ ഷോ ആഡ്സ് ടു പീപ്പിൾ ഇൻട്രസ്റ്റ് ഇൻ യുവർ സെലക്ടഡ് സിറ്റീസ് ആൻഡ് റീജിയൻ ഇൻ ദോസ് കൺട്രീസ്. അതായത് ഇതിപ്പോൾ കേരളത്തിൽ മാത്രമുള്ള ആൾ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആഡ്സ് ഇടാന്ന് വിചാരിക്കാം. പക്ഷെ ഈ ഒരു പോയിന്റ് ഓൺ ആക്കുന്ന സമയത്ത്, അതായത് ഈ ഒരു ടിക്ക് ഓൺ ആക്കുന്ന സമയത്ത് കേരളത്തിലേക്ക് വരാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരും കൂടി ആരും ചെയ്യും ടാർഗറ്റ്. അതായത് കേരളത്തിന്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർ, അങ്ങനെ ഇൻട്രസ്റ്റഡ് ആയ ആൾക്കാർക്കും കൂടി എന്ത് ചെയ്യും, അതായത് മറ്റു സ്റ്റേറ്റിലുള്ളവർക്കും മറ്റു സ്ഥലത്തുള്ളവർക്കും ആ ഒരു ലൊക്കേഷൻ ഇൻട്രസ്റ്റഡ് ഉള്ള ആൾക്കാർക്കൊക്കെ എന്താവും നമ്മൾ ടാർഗറ്റ് ചെയ്യുമ്പോൾ. ഗൾഫിൽ ഇരുന്ന ഒരാൾക്ക് കേരളത്തിലെ കാര്യം കാണുന്നുണ്ടെങ്കിലും പറ്റുന്നു അല്ലേ? നമ്മൾ അത് വേറെ ടാർഗറ്റിംഗിൽ വേറെ ഓപ്ഷൻസ് വരും. എന്നാലും അവർ ലൊക്കേഷൻ മാത്രമാണ് കൊടുക്കുന്നെങ്കിൽ അവർക്കും കാണാൻ പറ്റും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം, ഒഴിവാക്കണോ? വേണ്ടല്ലോ, നമുക്ക് കേരളത്തിലുള്ള ആൾക്കാർ മാത്രം കണ്ടാൽ മതി. ഇനി താഴേക്ക് വരുന്നു. എന്നിട്ട് ഇവിടെ വേറെ ഓപ്ഷൻസ് ഒന്നും കാണുന്നില്ല, ഡീറ്റെയിൽ ടാർഗറ്റിംഗ് ഒന്നും കൊടുക്കാനില്ലെങ്കിൽ ഫർദർ ലിമിറ്റ് കൊടുക്കുക. അതായത് ഇതെന്ന് പറയുമ്പോൾ ഇപ്പോൾ കറന്റ് ഉള്ള സെറ്റപ്പ് എന്ന് പറയുമ്പോൾ ഇത് AI എന്ത് ചെയ്തോളൂ, നമ്മൾ ക്യാപ്ഷനൊക്കെ കൊടുക്കുമ്പോൾ AI ഒരു ഓഡിയൻസിലേക്ക് റൺ ചെയ്യും. ഓക്കെ, എന്നിട്ട് കൺഫ്യൂഷൻ കാര്യങ്ങളൊക്കെ വരിക. വി വിൽ ഓൾസോ റീച്ച് ബിയോണ്ട് എനി കസ്റ്റം ഓഡിയൻസ്. അതായത് AI തന്നെ എന്ത് ചെയ്യും, ഓഡിയൻസ് അല്ലേ, നമുക്ക് ഇവിടെ സജസ്റ്റ് ചെയ്യാം. അതായത് ഈ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാം ജെൻഡർ. പക്ഷേ ഇത് ഇങ്ങനെ കൊടുത്തതിന് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തതിലേക്ക് മാത്രമല്ല പോവാ, വേറെ ഓഡിയൻസിലേക്കും കൂടി. അതായത് നമ്മൾ നാരോ ചെയ്യില്ല, നമ്മൾ എക്സാക്ട്ലി കൊടുക്കുന്ന ഓഡിയൻസിലേക്ക് മാത്രമായിരിക്കില്ല, എക്സ്ട്രാ കൂടി കിട്ടും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ഇതിനകത്ത് 18 to 67 പോകും അല്ലെ? ഐ മീൻ നിങ്ങൾ ഉദ്ദേശം ശരിയാണ്, 67 ഒന്നുമില്ല. അല്ല, ഞാനൊരു എക്സാമ്പിൾ അങ്ങനെയാണോ? 67 ആര് ജോലി നോക്കാൻ? അതെ. അപ്പൊ ഇവിടെ 40 വിചാരിക്കാം. ചിലപ്പോ മറ്റേ എന്ത് ചെയ്യും, ഒരു 45 വരെയൊക്കെ കൊടുക്കും. അപ്പൊ അതിനാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫർദർ ലിമിറ്റ് മാറ്റിയിട്ട് റീച്ച് എ ലിമിറ്റ് ഓഡിയൻസ്. ഇവിടെ നോക്കുമ്പോൾ എന്താവും, ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ബാക്ക് ടു ഡിഫോൾട്ട് സെറ്റപ്പ്. അതായത് ഇവിടെ വരുമ്പോൾ ഫർദർ ലിമിറ്റ് യുവർ ഓഡിയൻസ് എന്നാവും. ഇവിടെ ഓഡിയൻസ് ഉണ്ടല്ലേ, ഓഡിയൻസിലേക്ക് താഴേക്ക് പോകുമ്പോൾ ഫർദർ ലിമിറ്റ് യുവർ ഓഡിയൻസ്, അതിൽ പോവാ റീച്ച് ലിമിറ്റഡ് ഓഡിയൻസ്, റീച്ച് എ ലിമിറ്റ് ഓഡിയൻസ്. ഓക്കെ. ഇപ്പൊ ലൊക്കേഷൻ കൊടുത്തു കേരള. ഇനി ഏജിലേക്ക് പോകുന്നു, 20 കൊടുത്തു. ഇപ്പൊ 22 മുതൽ 30 വയസ്സിലുള്ള ആൾക്കാർക്കുള്ള ജോബിനുള്ള ഒരു ഓഫറാന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ഏജിലുള്ള ആൾക്കാരെ സെലക്ട് ചെയ്യും. എന്നിട്ട് ഇവിടെ യൂസർ സജഷൻ കണ്ടോ, വി വിൽ ഓൾസോ ഷോ ബിയോണ്ട് യുവർ ആഡ്സ്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ഇതിലേക്ക് അല്ലാത്ത ആളുകളിലേക്കും കൂടി പോകുന്നു. ഇനി ആണുങ്ങൾക്ക്, അതായത് പുരുഷന്മാർക്കുള്ള ജോബാന്ന് വിചാരിക്കാം, അവിടെ നമുക്ക് ജെൻഡർ സെലക്ട് ചെയ്യാം, മെയിൻ കൊടുക്കാം. ഓക്കെ, ഇനി അങ്ങനെയല്ല, എല്ലാവർക്കും കൂടിയുള്ള ജോബ് ഓപ്പർച്യൂണിറ്റി ഓളോട്. അതൊക്കെ അല്ലേ? കസ്റ്റോഡിയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ റീടാർഗറ്റ് ചെയ്യുക, അത് വേണ്ട, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഓക്കെ, ഇനി ഡീറ്റെയിൽ ടാർഗറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഓഡിയൻസിനെ സെലക്ട് ചെയ്യണം. അതായത് നമ്മൾ എന്തിൻ്റെ ആഡാണ് റൺ ചെയ്യുക, എന്തെങ്കിലും ഒരു എക്സാമ്പിൾ ഒരു പറഞ്ഞ. ഫോർ എക്സാമ്പിൾ സ്റ്റഡി അബ്രോഡ് ആണെന്ന് വിചാരിക്കാം. സ്റ്റഡി അബ്രോഡ് ആണെങ്കിൽ നമ്മൾ ആരെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടത്, സ്റ്റുഡൻസിനെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഡിഗ്രി കഴിഞ്ഞ ആൾക്കാർ, അങ്ങനത്തെ ഓഡിയൻസിനാണ് സെലക്ട് ചെയ്യേണ്ടത്, റൈറ്റ്? അപ്പോൾ നമുക്ക് ഇവിടെ ഒന്നിലേക്ക് സെർച്ച് ചെയ്യാം, അതായത് സ്റ്റഡി അബ്രോഡോ അങ്ങനെ എന്തെങ്കിലും. സ്റ്റഡി അബ്രോഡ് ഇൻട്രസ്റ്റ് ഉള്ള
ആൾക്കാരുടെ സൈസാണ് ഇത്. ഇത്രയും ആൾക്കാർക്ക് സ്റ്റഡി അബ്രോഡ് ഈ ഒരു ഓഡിയൻസിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. അത് നമുക്ക് ഇവിടെ സെർച്ച് ചെയ്തിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. ഡീറ്റെയിൽഡ് ടാർഗറ്റിംഗ്. അല്ലെങ്കിൽ ബ്രൗസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ 3 ഓപ്ഷൻസ് ഉണ്ട്: ഡെമോഗ്രഫിക്സ്, ഇൻട്രസ്റ്റ് ആൻഡ് ബിഹേവിയർ. ഡെമോഗ്രഫിക്സ് എന്ന് വെച്ചാൽ ഇവിടെ വായിക്കാൻ പറ്റും. അവരെ എംപ്ലോയ്മെന്റ്, എഡ്യൂക്കേഷൻ, ഹൗസ് ഹോൾഡ്, ലൈഫ് സ്റ്റൈൽ ഇതൊക്കെ വെച്ചിട്ട് ടാർഗറ്റ് ചെയ്യുന്നതാണ് ഡെമോഗ്രഫിക്സ് എന്ന് പറയാം. അപ്പോൾ അവരെ ജോബ് ടൈറ്റിലൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ വരുന്നത് ഡെമോഗ്രഫിക്സിലാണ്. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അവരുടെ ഹോബീസ്, അവരുടെ ഇൻട്രസ്റ്റ്, അതിനൊക്കെയാണ് ഇൻട്രസ്റ്റിൽ വരിക, അവരുടെ താല്പര്യങ്ങൾ. ബിഹേവിയറിൽ വരുന്ന സമയത്ത് അവരുടെ ബിഹേവിയർ, അവരിപ്പോൾ ഓൺലൈനിൽ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നവരാണെങ്കിൽ അതൊക്കെ ബിഹേവിയർ അവരാ. ഫോർ എക്സാമ്പിൾ ഈ ഡെമോഗ്രാഫിക്സിന്റെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കാണിച്ചറാ. അല്ല, ഞാൻ ഇപ്പോൾ പറഞ്ഞത് എന്താ വെച്ചാൽ നമ്മളിവിടെ സെർച്ച് ചെയ്തിട്ട് എന്തെടുത്തു, സ്റ്റഡി അബ്രോഡ് എടുത്തു. അതിന് വരെ നമുക്ക് ഇതിൽ പോയി കഴിഞ്ഞാൽ, ബ്രൗസിൽ പോയി കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ പറ്റും. ഡെമോഗ്രാഫിക്സ് പോകുന്നു. ഇനി എഡ്യൂക്കേഷൻ ലെവലിലല്ല നമ്മൾ നോക്കുന്നത്. എഡ്യൂക്കേഷൻ എടുക്കുന്നു, എഡ്യൂക്കേഷൻ ലെവൽ കാണിക്കുന്നു. ഇവിടെ എഡ്യൂക്കേഷൻ ലെവൽ അറ്റ് ഹൈസ്കൂളിലുള്ള ആൾക്ക് ഈ ആഡ് വേണോ? വേണ്ട. പക്ഷെ അറ്റ് യൂണിവേഴ്സിറ്റി എന്നുള്ള ആൾക്ക് എന്താവും, ഇതെടുക്കാം. ഓക്കെ, അവരെ ടാർഗറ്റ് ചെയ്യാം. വീണ്ടും ബ്രൗസിൽ പോകാം. ഇനി ബ്രൗസിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം 2 സെറ്റ് ആയല്ലോ. ഇനി മെറ്റ തന്നെ നമുക്ക് സജസ്റ്റ് ചെയ്യും. ഇതുണ്ടോ, ജസ്റ്റ് ഇവിടെ മൗസ് കൊണ്ടൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുണ്ടാവും, അവരെ ടാർഗറ്റ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് ഇന്റർനാഷണൽ സ്റ്റുഡൻറ് ഇൻട്രസ്റ്റ്, ഹയർ എഡ്യൂക്കേഷൻ, അവരെ ടാർഗറ്റ് ചെയ്യാം. ഇതൊക്കെ ഇൻട്രസ്റ്റ് ആണ്. എഡ്യൂക്കേഷൻ ലെവൽ, പോസ്റ്റ് ഗ്രാജുവേറ്റ്, ഓക്കെ, അവരും എടുക്കാം വേണമെങ്കിൽ. അങ്ങനെ നമുക്കിവിടെ ഓരോ ടാർഗറ്റ് ഓപ്ഷൻസ് ഉണ്ട്. മാസ്റ്റർ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്, അവരെ വേണം എടുക്കാം. ഓക്കെ, യൂണിവേഴ്സിറ്റി ഗ്രാജുവേറ്റ് ഉണ്ട്, പ്രൊഫഷണൽ ഡിഗ്രി കഴിഞ്ഞവർ, അവരെടുക്കാം നമുക്ക്. ഓക്കെ, അപ്പം ഇങ്ങനെ ഇപ്പോൾ ഈ ആഡ്സ് ആർക്കാ കാണിക്കാം? ഈ ഒരു ഓഡിയൻസിനെ കാണിക്കാം. അതെ, സ്റ്റുഡൻസ്. ഇന്റർനാഷണലും ഡെമോഗ്രഫിക്കും. യൂണിവേഴ്സിറ്റി പഠിക്കുന്നവരെ അവരെ ഡെമോഗ്രഫിയാണ് പഠിച്ചുകൊണ്ടിരിക്കുക, പ്രൊഫഷണൽ ഡിഗ്രിയും പഠിച്ചുകൊണ്ടിരിക്കുക. ഇനി ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ പഠിക്കാൻ ആഗ്രഹങ്ങളുള്ളവർ, ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ അത് ആഗ്രഹമുള്ളവര്. ഓക്കെ, താഴേക്ക് വരുന്നു. ഇവിടെ ലാംഗ്വേജ്, നമുക്ക് ലാംഗ്വേജും മലയാളീസിന് മതിയില്ലേ? മലയാളത്തിന് മതി. അപ്പോൾ അവിടെ ലാംഗ്വേജിൽ വരുന്നു മലയാളം. ഇനിയിപ്പോൾ നമ്മൾ ദുബായിലാണ്, ദുബായിൽ മലയാളീസിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. എന്താ ചെയ്യാ, ലൊക്കേഷൻ ദുബായ് കൊടുക്കും, എന്നിട്ട് ലാംഗ്വേജ് അതെവിടെ കൊടുക്കും? ലൊക്കേഷൻ നമ്മളിവിടെ മുകളിൽ കൊടുത്തില്ലേ? ഇവിടെ വന്നിട്ട് ഇവിടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ, ലാംഗ്വേജ് അതല്ല, ദുബായ് ഓഡിയൻസാ. നിങ്ങൾ ദുബായിലുള്ള മലയാളീസിനാണ് ടാർഗറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ലൊക്കേഷൻ ദുബായ് കൊടുക്കണം, കേരളത്തിന് പകരം. അത് ചേഞ്ച് ചെയ്യണം അല്ലേ? അതിനുശേഷം ഇവിടെ ലാംഗ്വേജ് എന്ത് ചെയ്യണം? മലയാളം ആക്കണം. ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായി. അതല്ലാതെ നമുക്കിപ്പോ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ കേരളത്തിലെ ഒരു ലൊക്കേഷൻ വച്ചിട്ട് നമ്മളിവിടെ മലയാളിന്ന് എഴുതിയിട്ട് നമുക്ക് നമുക്ക് ദുബായിലുള്ള മലയാളികളെ ടാർഗറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊന്നും പറ്റില്ല. അത് ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. താഴേക്ക് പോകുന്നു. പ്ലേസ്മെന്റ്, എവിടെയൊക്കെ പ്ലേസ്മെന്റ് വെച്ച് കഴിഞ്ഞാൽ എവിടെയൊക്കെ കാണിക്കണം നമ്മൾ ആടുന്ന. ഫേസ്ബുക്ക് ഫീഡ്, സ്റ്റോറി, പിന്നെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി, അങ്ങനെ എവിടെ കാണിച്ചത്? പ്ലേസ്മെന്റ്സ്. ഈ ആഡ് എവിടെയൊക്കെ പ്ലേസ് ചെയ്യണം എന്നുള്ളത് അല്ലേ? അതിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അക്കൗണ്ട് കൺട്രോൾ കണ്ടില്ലേ? ഫീഡിൽ കാണിക്കണം, സ്റ്റോറീസിൽ കാണിക്കണം, ഇൻസ്റ്റാഗ്രാമിൽ, റീൽസിൽ, ഇതൊന്നും വേണ്ട. ഈ ഫീഡ്സിൽ കാണിച്ചുള്ള ഗുണം എന്താ ശരിക്കും? ഫീഡ്സ്, അതായത് ഫീഡ്സിൽ കാണിച്ചുള്ള ഗുണം അങ്ങനെയല്ല. ഫീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ അതിന്റെ ഡീറ്റെയിൽസ് എനിക്കറിയില്ല. ബാക്കിയെല്ലാം നമുക്കറിയാലോ, സ്റ്റോറി എന്താ, സ്റ്റാറ്റസ് എന്താ. ഫീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഹോം പേജില്ലേ, അതായത് ഫേസ്ബുക്കിന്റെ ഹോം പേജില്ലേ, അതാണ് ഫീഡ്. അതായത് ഹോം പേജ് നമ്മൾ തുറക്കുന്ന വരുന്ന പേജില്ലേ, ഇൻസ്റ്റാഗ്രാം ആണ്, ഇതിന്റെ ഈ പേജിനാണ് ഫീഡ് എന്ന് പറയും. മനസ്സിലായോ? ത്രെഡിൽ വേണമെങ്കിൽ ത്രെഡിൽ പോവാം. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ത്രെഡ്സ് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ അതിന്റെ ഫീച്ചേഴ്സ് എന്താ? അതിന്റെ ഫീച്ചേഴ്സ് ഒന്നുമില്ല. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പോലെ തന്നെ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തിയ ഒരു ആപ്ഷൻ ആണ് ത്രെഡ്സ് എന്ന് പറഞ്ഞത്. അതായത് ഈ ട്വിറ്റർ പോലെ നമുക്ക് ട്വീറ്റ് ചെയ്യാം. ട്വീറ്റ് എന്ന് പറഞ്ഞാൽ എഴുതിയിടാം. അതിന് ഇൻസ്റ്റാഗ്രാം പോലെ അതിൽ റീൽസ് ചെയ്യാം. സെയിം തന്നെ ഏകദേശം. വലിയ വേറെ പ്രത്യേകിച്ച് പറയാം. ക്ലിക്ക് ചെയ്യണം അല്ലേ? എന്ത് ഈ ത്രെഡ്സ് എന്ന് കാണുന്ന ഒരു പോസ്റ്റ് കാണുമല്ലോ, അത് പോസ്റ്റ് അല്ലാന്ന്. ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഇല്ലേ, അതേപോലെ ഒരു ആപ്ലിക്കേഷൻ ആണ് ത്രെഡ്സ് എന്ന് പറയുന്നത്. ആണോ? അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്യുന്ന അല്ലേ? ആപ്ലിക്കേഷൻ ഉണ്ട്. അതുപോലെ ഒരു ആപ്ലിക്കേഷൻ ആണ് അതല്ലേ? ഓക്കെ.
പൊതുവെ ത്രെഡ്സും വേണ്ട, വാട്സപ്പും വേണ്ട. കാരണം വാട്സപ്പിൻ്റെ ഡാറ്റ ഇവർ ആരാണ് എക്സാക്റ്റ് ആയിട്ട് നമുക്ക് എക്സാക്റ്റ് ആയിട്ടുള്ള ഓഡിയൻസ് ആയിരിക്കില്ല വാട്സപ്പിൽ ചെയ്യുന്ന സമയത്ത് കിട്ടുക. അപ്പോൾ അതെന്ത് ചെയ്യുക, ഇത് വേണ്ട, താഴേക്ക് പോകുന്നു, നെക്സ്റ്റ് അടിക്കുന്നു. എന്താ പറഞ്ഞ എക്സാക്റ്റ് ആയിട്ടുള്ള ഓഡിയൻസ് അതിലുണ്ടാവില്ല. വാട്സപ്പിലേക്ക് ആഡ്സ് അറിയാം. വാട്സപ്പ് സ്റ്റാറ്റസ് ഇല്ലേ, അതിൽ പരസ്യം വന്നാണല്ലോ. ഇല്ല ഇല്ല കണ്ടില്ല? ഇല്ല. എന്നാൽ വാട്സപ്പ് സ്റ്റാറ്റസിലും പരസ്യം വരും. അല്ലേ? ഓക്കെ, അപ്പോൾ ആ 2 പാർട്ട് കഴിഞ്ഞു. അതായത് ക്യാമ്പയിൻ കഴിഞ്ഞു, ആഡ് സെറ്റ് കഴിഞ്ഞു. ഇനിയിപ്പോൾ മൂന്നാമത്തെ പാർട്ട് ആഡ്. ഇവിടെ സെയിം കോപ്പി പേസ്റ്റ് ചെയ്തു, ആഡ് ക്രിയേറ്റ് ചെയ്യാൻ പോവാം. ഇവിടെ കണ്ടോ ആഡ് സെറ്റപ്പ്, ക്രിയേറ്റ് ആഡ് കൊണ്ട് എക്സിസ്റ്റിംഗ് പോസ്റ്റ് ഉണ്ട്. എക്സിസ്റ്റിംഗ് പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്ത ആഡ്സ് ഉണ്ടാവില്ലേ, ആ പോസ്റ്റിനെ എടുത്തിട്ട് ആഡ് ചെയ്യുന്നതിനാണ് എക്സിസ്റ്റിംഗ് പോസ്റ്റ്. ക്രിയേറ്റ് ആഡ് എന്ന് പറഞ്ഞാൽ പുതിയ ആഡ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ എക്സിസ്റ്റിംഗ് പോസ്റ്റ് ആണ് ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും കറക്റ്റ് ആണോ നോക്കണം. കറക്റ്റ് ആയിരിക്കും. ഈ മൾട്ടി ആഡ് അഡ്വർടൈസർ ആഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സ്റ്റോറി കണ്ടു, അടുത്തത് ഒരു ആഡ്, അതിന് ശേഷം വരുന്ന ഒരു ആഡ്, അതിന് ശേഷം ഒരു ആഡ്, അങ്ങനെ അടുപ്പിച്ചില്ലേ മൾട്ടി അഡ്വർടൈസർ ആഡ്സ്. അങ്ങനെ അത് വേണം. അങ്ങനെ ഓവർ മനസ്സിലായില്ല. അതായത് നിങ്ങളുടെ ആഡ് ഇല്ലേ, നമ്മൾ റീൽസും അല്ലെങ്കിൽ ഷോർട്ട് സ്റ്റോറിയോ കാണുമ്പോൾ ഒരു സ്റ്റോറി കണ്ടു, അടുത്തത് ഒരു ആഡ് ആയിരിക്കും, അതിനുശേഷം ഒരു 2-3 ആഡ് അടുപ്പിച്ച് വരികയാണെങ്കിൽ അതിനെയാണ് മൾട്ടി അഡ്വർടൈസർ ആഡ്. യുവർ ആഡ് ക്യാൻ അപ്പിയർ വിത്ത് അതേഴ്സ് ഇൻ ദ സെയിം ആഡ് യൂണിറ്റ് ടു ഹെൽപ്പ് പ്രൊമോട്ട് ഡിസ്കവറബിലിറ്റി. യുവർ ആഡ് ക്രിയേറ്റീവ് മേ ബി റീസൈസ്ഡ് ഓർ ക്രോപ്ഡ്. അതായത് സെയിം നിങ്ങളുടെ കോമ്പറ്റീറ്ററിൻ്റെ കൂടെ ചിലപ്പോൾ നിങ്ങളുടെ ആഡും കൂടി റണ്ണാവും. കോമ്പറ്റീറ്ററിൻ്റെ ആഡും റണ്ണാവുണ്ട്, അതിൻ്റെ തൊട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടേതും കാണും. ആ രീതിയിൽ അത് നല്ലതാണോ? അല്ല, ഇങ്ങനെ കുറെ ആട് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അപ്പൊ ആൾക്കാർ ഭ്രാന്ത് വരുമല്ല, ക്ലിക്ക് ചെയ്യില്ല. അപ്പൊ അതെന്ത് ചെയ്യാ, ഒഴിവാക്കിയിടുക. ഇനി നമ്മള് ഇപ്പൊ എടുത്തെന്താ യൂസ് എക്സിസ്റ്റിംഗ് ആടല്ലേ, താഴേക്ക് പോവാ, സെലക്ട് പോസ്റ്റ്. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡെസ്റ്റിനേഷൻ കൊടുക്കാൻ പറ്റും. അവയർനെസ് ക്യാമ്പയിൻ ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ, വേണമെങ്കിൽ ഒരു കോളോ, അപ്പോൾ ഈ ആഡ് കാണുമ്പോൾ അവിടെ ഒരു കോളിന്റെ ആക്ഷൻ ഉണ്ടാവും, ഒരു ബട്ടൺ ഉണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ മെസ്സേജ് കൊടുക്കാം അല്ലേ, വാട്സ്ആപ്പ് മെസ്സേജോ ഇത് മെസ്സഞ്ചർ മെസ്സേജ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് മെസ്സേജ് അല്ലേ കൊടുക്കാം. പക്ഷെ ഇവിടെ മെയിൻ കാര്യം എന്താ വെച്ചാൽ ആഡ് സെറ്റിൽ നമ്മൾ സെലക്ട് ചെയ്തുള്ള മാക്സിമം റീച്ച് ഓഫ് ആഡാ. ഇതാണ് ഇതിന്റെ റിസൾട്ട്. ഇതിൽ എൻക്വയറി വരിക അതൊന്നല്ല, ഇതിൽ കൂടുതൽ അവയർനെസ്സിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്. മനസ്സിലായി. ഇതിപ്പോ അവയർനെസ്സിൽ നമുക്ക് മാക്സിമം റീച്ച് ഉണ്ടാക്കാന്നുള്ളതാണ് അല്ലേ. ഇനി സെലക്ട് പോസ്റ്റ്, കാരണം നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള റീൽ ഇപ്പോ ഓഗസ്റ്റ് 2023 മുതൽ ജൂൺ 23 അതിലേതെങ്കിലും കണ്ടന്റ് ഉണ്ടോ? കാരണം ഞാൻ കണ്ടന്റ് ഒന്നും കിട്ടിയിട്ട് കുറെ കാലമായി. അതായത് ഇത്രയും കണ്ടന്റ്സ് ഉണ്ട് ഇതിൽ. ഈ ഒരാളെടുത്തു. ഓക്കെ, സെലക്ട് ചെയ്തു. നമ്മുടെ എന്റെ ഇതിൽ ചെയ്ത ആഡ് അവർ റിമൂവ് ചെയ്തോ? നമുക്ക് നോക്കാം. അല്ല, ഇന്നലെ നമ്മൾ നോക്കിയപ്പോൾ അല്ല, അതിന് ശേഷം നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞില്ലേ? അല്ല, അവരത് റിമൂവ് ചെയ്തു. റിമൂവ്. ഇപ്പോ ഓഗസ്റ്റ് 2023 മുതൽ ജൂൺ 23 അതിലേതെങ്കിലും കണ്ടന്റ് ഉണ്ടോ? കാരണം ഞാൻ കണ്ടന്റ് ഒന്നും കിട്ടിയിട്ട് കുറെ കാലമായി. അതായത് ഇത്രയും കണ്ടന്റ്സ് ഉണ്ട് ഇതിൽ. ഈ ഒരാളെടുത്തു. ഓക്കെ, സെലക്ട് ചെയ്തു. നമ്മുടെ എന്റെ ഇതിൽ ചെയ്ത ആഡ് അവർ റിമൂവ് ചെയ്തോ? നമുക്ക് നോക്കാം. അല്ല, ഇന്നലെ നമ്മൾ നോക്കിയപ്പോൾ അല്ല, അതിന് ശേഷം നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞില്ലേ? അല്ല, അവരത് റിമൂവ് ചെയ്തു. റിമൂവ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, സെലക്ട് ചെയ്തു, ആഡ് സെലക്ട് ചെയ്തു. പ്രിവ്യൂ എന്താ വരാത്ത? പ്രിവ്യൂ വരും. ഇത് ഈ സാധനല്ലേ ഇവിടെ അഡ്വാൻസ്ഡ് പ്രിവ്യൂ. എന്തോ പ്രശ്നമുണ്ട്. എന്താണ് പ്രശ്നം? പ്രശ്നം ഐഡന്റിഫൈ ചെയ്യാം. ഈ പോസ്റ്റ് വരാത്തതിന് കാരണം എന്താ?
അതെവിടെ ഐഡന്റിഫൈ ചെയ്യും? ഇതാ അല്ലേ, ഇത്രയും സ്ഥലത്ത് പോകുന്നില്ല. റെക്കോർഡ് ഫീൽഡ് മിസ്സിംഗ്, ദ ലിങ്ക് ഫീൽഡ് ഈസ് റിക്വയർഡ്, പ്ലീസ് കംപ്ലീറ്റ് ദ ഫീൽഡ് ടു കണ്ടിന്യൂ. റെഡി ആയില്ലേ? റിവ്യൂ എടുക്കാം, നോക്കാം. റെഡിയാണ്. എങ്ങനെ റെഡിയാക്കി? ഒന്നുമില്ല, ഈ ഒരു സാധനമല്ലേ, അതായത് ഈ ഒരു ബട്ടൺ, ആഡ് ഡെസ്റ്റിനേഷൻ. ഇഫ് യു ആഡ് എ ഡെസ്റ്റിനേഷൻ യു ക്യാൻ സെൻഡ് പീപ്പിൾ ഇമീഡിയറ്റ്ലി ആഫർ ദേ. അതായത് നമ്മളിവിടെ വെബ്സൈറ്റ് കോളിൻ്റെ ചിഹ്നം കൊടുത്തില്ലേ, അതാണ് പ്രശ്നം പറ്റിയത്. എന്തിന്റെ ചിഹ്നം? കോള് കോളിൻ്റെ ഇത് കൊടുത്തില്ലേ, കോൾ ചെയ്തോന്നുള്ളത്. ഇത് മാക്സിമം റീച്ച് എത്തിക്കാന്നുള്ളതാണ്. അത് കൊടുത്തുകൊണ്ടാണ് ആ ഒരു പ്രശ്നം വന്നത്. അത് നമുക്ക് വെക്കാം എവിടെ വെച്ചാൽ നമ്മൾ ആഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്ത ആഡ് ഇത് പ്രിവ്യൂ ആണെങ്കിൽ അഡ്വാൻസ്ഡ് പ്രിവ്യൂ എന്നുള്ള ഓപ്ഷൻ. ഇതിൽ ഫേസ്ബുക്ക് ഫീഡിൽ എങ്ങനെ കാണിക്കുക, ഇൻസ്റ്റാഗ്രാം ഫീഡിൽ എങ്ങനെ കാണിക്കുക, സ്റ്റോറിയിൽ എങ്ങനെ കാണിക്കുക, അങ്ങനെയല്ലേ? മനസ്സിലായോ? എന്നിട്ട് പബ്ലിഷ് കൊടുത്തു കഴിഞ്ഞാൽ എന്താവും, ഈ ആഡ് പബ്ലിഷ് ആവും. ഇനി ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാന്ന് വിചാരിക്കാം ഒരാഡ്. അപ്പം എന്ത് ചെയ്യാം, ഇത് ഓൾറെഡി ഉള്ള പോസ്റ്റ് ചെയ്ത സാധനം എടുത്ത് പോസ്റ്റ് ചെയ്തതാണ്, ക്രിയേറ്റ് ആഡ് കൊടുക്കുക. ആഡ് സെറ്റപ്പിൻ്റെ ഉണ്ടല്ലോ. എന്നിട്ട് കരോസിലാണോ, കരോസിൽ എന്ന് പറഞ്ഞാൽ 2-3 പിക്ചേഴ്സ് ഉണ്ട്, 2-3 വീഡിയോസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയാണ് കരോസിൽ എന്ന് പറയാം. കരോസിൽ അല്ലേ? ആ, ഇപ്പോൾ 1, 2, 3 ഫോട്ടോസ് ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെ ചെയ്യാൻ കരോസിൽ. സിംഗിൾ വീഡിയോ എടുക്കുക, സിംഗിൾ ഇമേജ് അല്ലെങ്കിൽ സിംഗിൾ ഇമേജ് ഓർ വീഡിയോ അല്ലേ? ഓക്കെ, എടുത്തു. ഇവിടെ നമ്മൾ നേരത്തെ കൊടുത്തില്ലേ, ഈ ഡെസ്റ്റിനേഷൻ കൊടുത്തോണ്ടാണ് മറ്റേ എന്തായ ആഡ് പോകേണ്ടത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതായത് കോള് വേണോ, മെസ്സേജ് വേണോ, ആഡ് ക്രിയേറ്റീവ്, ആഡ് മീഡിയ, ഇമേജ് തൽക്കാലം എടുത്തു. ഇപ്പം ഏതെങ്കിലും ഒരു ആഡ് തൽക്കാലം ഇതെടുക്കാം. ഓക്കെ, എന്നിട്ട് നമ്മളുടെ പ്രൈമറി ടെക്സ്റ്റ് കൊടുക്കുക, ഹെഡ്ലൈൻ കൊടുക്കുക, ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക, എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. ജനറേറ്റീവ് ജനറേറ്റ് ചെയ്ത് തരുന്നതാണ്. കാരണം നമ്മളൊരു മീഡിയ കൊടുത്തു, ഏകദേശം അതേപോലുള്ള സാധനം തരും. അതൊന്നും വേണ്ട. നമ്മളെന്ത് കൊടുത്തു? നമ്മളൊരു ഇമേജ് കൊടുത്തില്ലേ, ഇമേജ് സെലക്ട് ചെയ്തില്ലേ, ആ ഇമേജിനോട് മാച്ച് ചെയ്യുന്നതല്ല, ആ ഇമേജിന്റെ അടിസ്ഥാനത്തിൽ അവർ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അതൊന്നും വേണ്ട, സെലക്ട് ചെയ്തില്ല. ഡണ്ണ് കൊടുക്കുന്നു. ഡണ്ണ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ പ്രീവ്യൂ ആണ്. അതൊന്നും വേണ്ട, നമ്മൾ ഉണ്ടാക്കി തന്നെ മതി അല്ലേ? മതി. അഡ്വാൻസ്ഡ് പ്രിവ്യൂവിൽ പോവുക. ഇത് ഇർഷാദ് ഉണ്ടാക്കിയതാണോ? ആ, ഈ ക്യാൻവയിൽ വെച്ച്. ആ, ഇത് ഏതോ കാലത്ത് ഉണ്ടാക്കിയ സാധനം അല്ല, ഞാൻ ജസ്റ്റ് നമ്മളെടുത്തു. ഓക്കെ, അത് ഓൾറെഡി പോസ്റ്റ് ചെയ്ത സാധനം, അതിലുള്ള സാധനം എടുക്കുക ചെയ്തത്. ഇൻ കേസ് നമുക്ക് അപ്ലോഡ് ചെയ്യണം വിചാരിക്കാം, ഡിലീറ്റ് ചെയ്യുക, ആഡ് മീഡിയ എടുക്കുക, ആഡ് മീഡിയ. ഇവിടെ അപ്ലോഡ് എന്നുള്ള ഓപ്ഷൻ കണ്ടോ, അപ്ലോഡ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുക്കുക. എൻ്റെ പോട്ടെ. ആ ഒരു ഇമേജ് കൊടുത്താൽ മിക്കവാറും നോക്കാം അത് ഇമേജ് കിട്ടും. മനസ്സിലായില്ലേ? ഈ ജനറേറ്റ് ചെയ്ത് തരുന്നതാണ് ആ ഇമേജിന്റെ ഏകദേശം ഒരു സാധനം. ഇഷ്ടപ്പെട്ട എടുക്കാം. ഓക്കെ, എനിക്കിത് കുഴപ്പമില്ലാന്ന് തോന്നി, ഞാൻ എടുത്തു. എന്നിട്ട് പ്രിവ്യൂവിലേക്ക് പോകുന്നു. പ്രിവ്യൂവിലേക്ക് പോകുന്ന സമയത്ത് കാണിക്കും ഈ ഒരു ആഡ്. പ്രിവ്യൂ എവിടെ നിന്ന് എടുത്തത്? പ്രിവ്യൂ അഡ്വാൻസ്ഡ്. ഓരോന്നിലും എങ്ങനെ കാണിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ ആണോ? എന്നിട്ട് എന്ത് ചെയ്യുക, സേവ് കൊടുക്കുക, നേരെ പബ്ലിഷ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്താവും, ഈ ഒരു ആഡ് പബ്ലിഷ് ആവും. അപ്പോൾ ഈ ഒരു ആഡിന് കൂടുതൽ റീച്ച് കിട്ടും. പബ്ലിഷായി.
അത് പബ്ലിഷ് ആയി. ഇനിയിപ്പോൾ നമ്മൾ ആഡ് റൺ ആവില്ല, കാരണം എന്താ, പേയ്മെന്റ് ഇല്ല. അപ്പോൾ പേയ്മെന്റ് ആഡ് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബില്ലിംഗ് ആൻഡ് പേയ്മെന്റിൽ പോവുക, ലെഫ്റ്റ് സൈഡിൽ നിന്ന് മെയിൻ മെനു ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക. എവിടെ നിന്ന് എടുത്തത്? ഇതാ ഇങ്ങനെ പോയാൽ മതി, മൗസ് ഇങ്ങോട്ട് കൊണ്ടുപോയാൽ മതി, ബില്ലിംഗ് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ മതിയോ? ആർട്സ് മാനേജറിൽ നിന്ന് അല്ലേ? നമ്മൾ നേരത്തെ ഇവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത് ക്യാമ്പയിൻസ്. നേരെ എന്നിട്ട് ഇവിടെ അക്കൗണ്ടിന് ഡീറ്റെയിൽസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടാവും, നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ഫണ്ട് ആഡ് ചെയ്യണം. ആഡ് ഫണ്ട്, ടാക്സ് GST ഒക്കെ ഉണ്ടെങ്കിൽ കൊടുക്കുക കേട്ടോ. 1000 ആഡ് ചെയ്യാന്ന് വിചാരിക്കാം. 1000 രൂപ. അത് നമുക്ക് UPI, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ് അക്കൗണ്ട്, UPI അങ്ങ് എടുക്കാം. അത് സ്കാൻ ചെയ്യുക, പേ ചെയ്യുക. അപ്പോൾ ആഡ് എന്തായിക്കോളും, റൺ ചെയ്യാൻ തുടങ്ങിക്കോളും. അപ്പോൾ ഡെയിലി ഇത്രയെന്നുള്ളത്, ഡെയിലി 200 രൂപ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. എന്നിട്ട് 1000 രൂപയിൽ 18% ടാക്സാണ്. ഓക്കെ, അപ്പോൾ ഈ ഇതൊരു 5 ദിവസത്തേക്ക് ഓടിക്കോളൂ അല്ലേ? 5 ദിവസം ഓടൂല, 5 ദിവസം 4 ദിവസം ഓടും. 4 ദിവസം നന്നായി ഓടും, 5ാമത്തെ ദിവസം തീരും. കാരണം ഇതാവുമല്ലോ പേയ്മെന്റ്, അപ്പോഴത്തേക്കും തീരും. പിന്നെ അത്യാവശ്യം റൺ ചെയ്യുന്നതാണെങ്കിൽ മറ്റെന്ത് ചെയ്യും, ആവറേജ് ആണ് 200. ഓക്കെ, ഇനി നമുക്ക് അവയർനെസ് ക്യാമ്പയിൻസ് പറഞ്ഞില്ലേ, വെബ്സൈറ്റ് വന്ന ട്രാഫിക്കിലേക്കാണ്, ഒരു ലീഡ് ജനറേഷൻ കൂടി. എൻഗേജ്മെന്റ് കഴിഞ്ഞോ? എൻഗേജ്മെന്റ് വാട്സപ്പിലേക്ക് ഇട്ടൊന്ന് നമ്മൾ ഓൾറെഡി കാണിച്ചല്ലേ? അതെ. അല്ല, ആണെങ്കിൽ എൻഗേജ്മെന്റ് എടുക്കുക. എൻഗേജ്മെന്റ് എടുത്തു, മാനുവൽ എൻഗേജ്മെന്റ് ക്യാമ്പയിൻ എടുത്തു. ഓക്കെ, ഇവിടെ വരുന്നു. നമ്മൾ പറഞ്ഞില്ലേ ബഡ്ജറ്റ് സ്ട്രാറ്റജി പറഞ്ഞില്ലേ, കുറെ ആഡ്സ് ഇവിടെ ഡിഫറെന്റ് ഓഡിയൻസിനെ ആണെങ്കിൽ. ഞാൻ മറന്നു ഒരു കാര്യം, ആ മെയിൻ ഹെഡിങ് എവിടെ നിന്ന് എടുത്തത്? മെയിൻ ഹെഡിങ്ങോ? ഐ മീൻ ഇപ്പോൾ ഈ അവയർനെസ്, ട്രാഫിക്, എൻഗേജ്മെന്റ്, അത് ഒബ്ജക്റ്റീവ്, അത് എവിടെ നിന്ന് എടുക്കണ്ട, ക്ലോസ് ചെയ്തു. ഓക്കെ, നമ്മൾക്ക് ആഡ്സ് ക്രിയേറ്റ് ചെയ്യണം. സോ വാട്ട് വി വിൽ ഡു, ആഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ ഇവിടെ ക്രിയേറ്റ് ആക്കണം. ക്രിയേറ്റ് ചെയ്യുന്നു അല്ലേ? ക്രിയേറ്റ് നിൽക്കുന്നു, സെലക്ട് ചെയ്യുന്നു. ഓക്കെ, എൻഗേജ്മെന്റ് എന്താ, നമുക്ക് മെസ്സേജ് ത്രൂ സെയിൽസ് നടത്താൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ വാട്സപ്പ് എൻക്വയറി ഒക്കെ വരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നേരെ എൻഗേജ്മെന്റ് ക്ലിക്ക് ചെയ്യുന്നു, കണ്ടിന്യൂ കൊടുക്കുന്നു. പിന്നെ മാനുവൽ എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മൾ സെറ്റ് ചെയ്യണം. അത് കുറച്ചൊക്കെ AI സെറ്റ് ചെയ്ത് തരും. അപ്പോൾ ഇതിൽ നമ്മൾ നെയിം എന്താ കൊടുക്കുക, BZ. എന്ത് ക്യാമ്പയിനാ, എന്ത് ക്യാമ്പയിനാ? സ്റ്റഡി ക്യാമ്പയിൻ, അവയർനെസ്. ഇത് എൻഗേജ്മെന്റ്. എൻഗേജ്മെന്റ് അല്ല നമ്മളിപ്പോൾ എടുത്തേ വാട്സപ്പിലേക്ക്. ഇപ്പോൾ വെബ്സൈറ്റ് എൻഗേജ്മെന്റ് ഉണ്ട്, അല്ലാണ്ട് പോസ്റ്റ് എൻഗേജ്മെന്റ് ഉണ്ട്. നമുക്ക് എന്താണ്, വാട്സപ്പാണ്. വാട്സപ്പിന്റെ അബ്രിവേഷൻ അതാണോ? അത് ഷോർട്ട് ഇട്ടിട്ട് ഞാൻ കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയയിൽ എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായാൽ മതി, അത്രേ ഉള്ളൂ. കൊടുത്തു, 19 കൊടുത്തു. എന്തായി 19? ഡേറ്റ് ഇന്നത്തെ ഡേറ്റ് അല്ലേ? 19/8/2026. താഴേക്ക് വരുന്നു. ബഡ്ജറ്റ് സ്ട്രാറ്റജിയിൽ ഡിഫറെൻറ്റ് ക്യാമ്പയിൻസിനാണോ അല്ലെങ്കിൽ അടുപ്പിച്ചിട്ടാണോ? നമ്മളിവിടെ 2-3 ഓഡിയൻസിന് സെറ്റ് ചെയ്തു. 3-4 ആഡൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ക്യാമ്പയിൻ ബഡ്ജറ്റ് ഇത്ര എന്നുള്ള രീതിയിൽ കൊടുക്കാം. നമുക്കിപ്പോൾ എന്താണ് ആഡ് സെറ്റ് വെച്ചിട്ട് കൊടുത്തത്, ഇതിൽ തന്നെ വർക്ക്ഔട്ട് ചെയ്ത് ആഡ് സെറ്റ് ബഡ്ജറ്റ് അല്ലേ? ആഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആണ്, ഇതാണ് ആഡ് സെറ്റ്. രണ്ടാമത്തെ അവിടെയാണ് നമ്മൾ പ്ലേസ്മെന്റ് സെറ്റ് ചെയ്യുക, ഓഡിയൻസിന് സെറ്റ് ചെയ്യുക, ബഡ്ജറ്റ്, അതായത് ഡെയിലി എത്ര സ്പെൻഡ് ചെയ്യണമെന്നോ സെറ്റ് ചെയ്യുക. നമ്മളുടെ ആഡ്സിന്റെ മെയിൻ പാർട്ട് എന്ന് തന്നെ പറയുന്നത് ഹൃദയഭാഗം തന്നെ ആഡ് സെറ്റ് ആണ്. ക്ലിയർ? ഓക്കെ, ഇപ്പൊ നമുക്കിത് കോപ്പി ചെയ്ത് വെക്കാം, കാരണം അടുത്തതിൽ നെയിം കൊടുക്കണമല്ലോ. നേരെ എടുക്കുന്നു, കോപ്പി ചെയ്യുന്നു. ഓക്കെ, മെസ്സേജ് ഡെസ്റ്റിനേഷൻ ആണ് ഇപ്പോൾ സെലക്ട് ആയിട്ടുള്ളത്. ഓക്കെ, ഇനി കോഴ്സ് വേണമെങ്കിൽ കോഴ്സിലേക്ക് കൊടുക്കാം, വെബ്സൈറ്റിലേക്ക് കൊടുക്കാം. ഓക്കെ, നമ്മളുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമൊക്കെ ആയിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ, ഇന്ററാക്ട് ചെയ്യണമെങ്കിൽ അതിന് ഈ ഒരു ഓപ്ഷൻ എടുക്കാം. ആപ്ലിക്കേഷൻ ഉണ്ട്, അതെടുക്കാം. ഓക്കെ, ഫേസ്ബുക്ക് പ്രൊഫൈലിലേക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിലേക്കോ വേണമെങ്കിൽ അതെടുക്കാം. വാട്സപ്പിലേക്ക് മെസ്സേജ് ഡെസ്റ്റിനേഷൻ എടുത്തിട്ട് ഓട്ടോമാറ്റിക് എന്നുള്ളത് ഉണ്ടാവും, അത് മാറ്റിയിട്ട് മാനുവൽ കൊടുക്കുക. ഈ ബാക്കി 2 അൺടിക്ക് ചെയ്യും. അതെങ്ങനെ എടുത്തത് ഒന്നുകൂടെ കാണിച്ചേ? ഇതുണ്ടോ മെസ്സേജ് ഡെസ്റ്റിനേഷൻ?
ഓക്കെ, നമ്മുടെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്സ് ആണ് ഇത്. ഓക്കെ. ഇനി ഇവിടെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആയിരിക്കും ഉണ്ടാവുക മോസ്റ്റ് ഓഫ് ദി ടൈംസിലും. അത് മാറ്റിയിട്ട് നമ്മൾ മാനുവൽ കൊടുക്കുക. ഓക്കെ. എന്നിട്ട് ഇത് രണ്ടും മാറ്റി. ഇനിയിപ്പോൾ നമ്പർ കണക്റ്റഡ് അല്ലെങ്കിൽ കണക്ട് അനന്തര നമ്പർ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, നമ്പർ കൊടുക്കുക, OTP പിടിക്കുക. അപ്പോൾ നമ്പർ വാട്സപ്പ് ബിസിനസ് വാട്സപ്പ് ആണ്, അത് കണക്ട് ആവും. ഓക്കെ. എന്നിട്ട് ആ നമ്പർ ഒഴിവാക്കുക. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിലും മെസ്സേജിലും ഇതിലും എല്ലാത്തിലും കൂടി വരും. അത് നമുക്കൊരു ബുദ്ധിമുട്ടാവും. നോക്കേണ്ടി. ഓക്കെ. പെർഫോമൻസ് കോൾ മാക്സിമം നമ്പർ ഓഫ് എന്താ കൺവേർഷൻസ് അല്ല കോൺവെർസേഷൻസ്. ഓക്കെ. താഴേക്ക് വരുന്നു ഡെയിലി ബജറ്റ്. ഇപ്പം ഒരു അക്കാദമിക്കൊക്കെയാണ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് അക്കാദമിക്കൊക്കെയാണ് നമുക്ക് എത്ര ഒരു 500-600 ഡെയിലി ഇടാം. കാരണം ഇത് എൻഗേജ്മെന്റ് അല്ലേ. നോർമലി എത്ര ഇടാറുണ്ടല്ലേ? 500 ഇടുമോ നോർമലി? പിന്നെ ഒരു ക്യാമ്പയിൻ 500 മാക്സിമം 1000-1500 വരെ ഇടാം. അത് നമ്മളുടെ ഇതിനനുസരിച്ച് ബഡ്ജറ്റിനനുസരിച്ച്. ഇപ്പോൾ വലിയ കമ്പനിയൊക്കെ ആണെങ്കിൽ നമുക്ക് വലിയ എമൗണ്ട് ഇടാം. 2 ലക്ഷം 1 ലക്ഷം വേണമെങ്കിലും ഇടാം. ഒരു ദിവസം വേണമെങ്കിൽ ഇടാം. ഇനിയിപ്പോൾ വേണ്ട, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു 2-3 ക്യാമ്പയിനൊക്കെ ഒരു 500 രൂപ വെച്ചിട്ട് ഇടുക. അതിനൊരു 4 ക്യാമ്പയിൻ ആകുമ്പോൾ 2000 ആയില്ലേ. ഡെയിലി സ്പെൻഡ് 2000 രൂപ, ഒരു 40-50 ലീഡ്സ് വരുന്ന രീതിയിലൊക്കെ അങ്ങനെ സെറ്റ് ചെയ്യണം. 50 ലീഡ്സ് ഒക്കെ ആവറേജ് പറഞ്ഞെങ്കിൽ എത്ര ഒരു ദിവസം? അത് പറയാൻ പറ്റില്ല. ഒരു ഇത് പറയാം, എസ്റ്റിമേഷൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഓഡിയൻസ് ഇപ്പോൾ യൂത്തിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഒരു കോഴ്സാണ് സെല് ചെയ്യുന്നത്. ഓക്കെ. ഏകദേശം എസ്റ്റിമേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ ചെയ്യുമ്പോൾ ഒരു 30 മുതൽ 50 രൂപ വരെ കോസ്റ്റ് കൂട്ടിക്കോളും. അത് ഓരോ കോഴ്സിനനുസരിച്ചാണ്. പിന്നെ നിങ്ങൾ കൊടുക്കുന്ന ഓഫറൊക്കെ. എന്നാലും ഒരു 30 മുതൽ 50 രൂപ വരെ എസ്റ്റിമേഷൻ ഒരു ലീഡിന്. ഓക്കെ. അപ്പോൾ ഒരു 2000 വെച്ച് 2000 രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 2000 ഡിവൈഡഡ് ബൈ 30 ടു 2000 ഡിവൈഡഡ് ബൈ 50, ആ രീതിയിൽ ലീഡ് കൗണ്ട്. സോ ഹൗ മച്ച് വിൽ ബിക്കംസ് ഇൻ എ ഡേ റഫ്ലി? 40 ഇൻറ്റു 50 എത്രയാ? 40 ഇൻറ്റു എത്രയാ? 2000. 4 ഇൻറ്റു 5 എത്രയാ? 20. 2000 ആയില്ലേ. അപ്പോൾ 40 ലീഡ്സ്. ഏകദേശം എസ്റ്റിമേഷൻ ആണ്. അതിൽ കൂടാം, അതിൽ കുറയാം. അതൊക്കെ നമ്മുടെ ടാർഗറ്റിങ്, നമ്മളെ ആഡ് ഇതൊക്കെ വെച്ചിട്ടാണ്. മെയിൻ നമ്മുടെ പരസ്യം. രണ്ടാമത്തെ മെയിൻ നമ്മുടെ ടാർഗറ്റിംഗ് ഓഡിയൻസ്. യെസ്. അതിപ്പോൾ ഏജ് സെറ്റ് ചെയ്യുന്നതാണെങ്കിലും ടാർഗറ്റിംഗ് ആണ്. ഇന്ന ഏജിലുള്ള ആൾക്കാരല്ല. നമുക്കിപ്പോൾ യൂത്തിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ 18 വയസ്സ് മുതൽ 65 വരെയുള്ള ആൾക്കാർ ആവശ്യമില്ലല്ലോ. 2 മുതൽ 35 വയസ്സിലുള്ള ആൾക്കാർ തന്നെ മതിയാവും. അപ്പോൾ ബാക്കിയുള്ള ഓഡിയൻസ് എന്താ? വെറുതെ ആണ്. നമ്മളുടെ അത്രയും എമൗണ്ട് വെറുതെ പോകും. ഇതെന്ന് പറഞ്ഞാൽ ക്ലിക്കിനല്ല പൈസ, എത്ര ആൾക്കാർ കാണുന്നു അതിനാണ് പൈസ. ക്ലിയർ? ക്ലിക്കിന് പൈസ ഇല്ല. അല്ല, ക്ലിക്കിനല്ല പൈസ. ഇവിടെ പൈസ എത്ര ആൾക്കാർ കാണുന്നു എന്നുള്ളത്. അതിനെ ഇപ്പൊ 100 പേര് കണ്ടു എന്ന് വിചാരിക്കുക. 100 പേരിൽ 10 മെസ്സേജ് വന്നു എന്ന് വിചാരിക്കുക. അതിന് CPR എന്ന് പറയും. CPR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് പെർ റിസൾട്ട്. ഈ ശരിക്കും പറഞ്ഞാൽ ഈ 100 പേര് കാണുന്നതിനാണ് അമൗണ്ട് പോവുക. അതിലൊരു 10 മെസ്സേജ് വന്നു എന്ന് വിചാരിക്കുക. അതിന് കോസ്റ്റ് പെർ റിസൾട്ട് ആണ്. ഇപ്പോ 100 പേര് കാണാൻ വേണ്ടി 2000 രൂപ സ്പെൻഡ് ആയി. പക്ഷെ അതിന്ന് 10 ലീഡ് വന്നു. അപ്പൊ നമ്മളെ കോസ്റ്റ് പെർ റിസൾട്ട് എത്രയാ? 100. 10 പേര് ഉണ്ടല്ലോ. ഓക്കെ. ലൊക്കേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേരള കൊടുക്കുക. ലൊക്കേഷൻസ് ഇനി ഇത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓഡിയൻസിന് ഫർദർ മാറ്റിയ റീച്ച് ലിമിറ്റഡ് ഓഡിയൻസ് കൊടുക്കുക. അല്ലെങ്കിൽ ഫർദർ ലിമിറ്റഡ് നമ്മളൊരു ജസ്റ്റ് ഐഡിയ കൊടുക്കാനാണെങ്കിൽ ഒന്നും ചെയ്യണ്ട. സജസ്റ്റ് ചെയ്യാൻ ഓഡിയൻസ് ഇല്ലേ, അതിൽ പോവുക, ഏജ് സെറ്റ് ചെയ്യുക. സീമോർ അവിടെ ഷോ സെറ്റിംഗ്സ് ഉണ്ടാവും. അതിലൊരു നമ്മൾ എസ്റ്റിമേഷൻ കൊടുക്കുക, ജെൻഡർ കൊടുക്കുക, ഡെമോഗ്രഫിക്സ് കൊടുക്കുക. ബാക്കിയൊക്കെ മെറ്റ നോക്കി പോകും. നേരെ താഴേക്ക് വരിക. ഇതിൽ ആവശ്യമില്ലാത്ത സ്ഥലം ഉണ്ടാവും. അക്കൗണ്ട് കൺട്രോൾ കണ്ടില്ലേ, അതിൽ ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് പ്ലേസ്മെന്റ് കൊടുക്കുക. ഇവിടെ ഒന്നും നമുക്ക് വേണ്ട. ഈ അക്കൗണ്ട് കൺട്രോളില് ഈ അതായത് ഓഡിയൻസ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വേറെ വെബ്സൈറ്റുകളില്ലേ, അതായത് വെബ്സൈറ്റ് അല്ല, വേറെ ആപ്ലിക്കേഷൻസ് ഇല്ലേ നമ്മൾ യൂസ് ചെയ്യാതെ ചിലപ്പോൾ
തേർഡ് പാർട്ടി ആപ്ലിക്കേഷനൊക്കെ നമ്മൾ ചിലപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യും. മറ്റേ MP3 കട്ടർ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ ആപ്ലിക്കേഷൻസ് ഉണ്ടാവില്ലേ, അതിൽ ഇഷ്ടം പോലെ പരസ്യം വരില്ലേ, അതിനെയാണ് ഓഡിയൻസ് നെറ്റ്വർക്ക് എന്ന് പറയാം. ഓക്കെ. ഇനി ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് നെറ്റ്വർക്ക് നേറ്റീവ് ബാനർ ആൻഡ് ബാനർ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ ആഡ്സിനൊക്കെയാ. ഓക്കെ. ഇതിലേക്ക് വരികയാണെങ്കിൽ മാർക്കറ്റ് പ്ലേസ് എന്താ അറിയോ? എന്താ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ്? അതായത് ഈ OLX പോലെ നമുക്ക് ഫേസ്ബുക്കിൽ ഒരു മാർക്കറ്റ് പ്ലേസ് ഉണ്ട്. ഉണ്ടോ? എനിക്കറിയില്ലായിരുന്നു. ആണോ? അത് ഫേസ്ബുക്കിൽ തന്നെ ഉണ്ട്. നിങ്ങളുടെ ഫേസ്ബുക്കിൽ മാർക്കറ്റ് പ്ലേസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം, ഇത് തീർക്കട്ടെ. നോട്ട് ചെയ്തോ, ഞാൻ പറഞ്ഞുതരാം. ലാസ്റ്റ് ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് OLX പോലെ നമുക്ക് ഇപ്പൊ എന്തെങ്കിലും സെല് ചെയ്യാനുണ്ട്, എന്ത് ചെയ്യാം, അവിടെ സെല് ചെയ്യാം. അപ്പൊ താല്പര്യമുള്ളവർ എന്ത് ചെയ്യും, മെസ്സേജ് ചെയ്യും. അപ്പൊ മെസ്സേജ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, റീപ്ലൈ വിത്ത് നമ്മളുടെ കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട്. ഇപ്പൊ ഏറ്റവും കൂടുതൽ സെയിൽസ് അതിൽ നടന്നുകൊണ്ടല്ലോ. അതായത് ഈ വണ്ടി കച്ചവടക്കാരൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്ന ഏതാ, മാർക്കറ്റ് പ്ലേസ്. മറ്റേ OLX ആണെങ്കിൽ ഒരു ആഡ് ഒറ്റ ഇടാൻ പറ്റുള്ളൂ 1 മന്ത്, അത് കഴിഞ്ഞ് പൈസ കൊടുക്കണം. പക്ഷെ ഇതിൽ എത്ര ആഡ് വേണമെങ്കിലും ഇടാം. എത്ര രൂപ? പൈസ വേണ്ട, ഫ്രീ ആണോ? അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റില്ല അല്ലേ? നമുക്ക് ചെയ്യാം. ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് എന്ന് പറയാം. അപ്പൊ ഫേസ്ബുക്ക് റൈറ്റ് കോളം. പക്ഷെ ഇതിൽ ആഡ്സ് റൺ ചെയ്യാൻ പാടില്ലാത്ത എന്താ അറിയോ, ആ മാർക്കറ്റ് പ്ലേസിൽ ഇതിൽ വോയിസ് ഉണ്ടാവില്ല. അപ്പോൾ അവിടെ എന്ന് പറയുന്നത് ഈ സെയിൽസിന് അതിനൊക്കെ വരുന്ന ആൾക്കാരാണ്. അവര് ഈ ആഡ് ഒന്നും നോക്കുക പോലും ഉണ്ടാവില്ല. അപ്പൊ അവിടെ ആഡ് റൺ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യാ, അണ്ടിക്ക് ചെയ്യാ, വേണ്ട. അവിടെ സൗണ്ട് വരില്ലേ? അവിടെ സൗണ്ട് മ്യൂട്ടായിട്ടായിരിക്കും വരിക. മ്യൂട്ടായിട്ട് കാര്യമില്ല, അവിടെ കാണിച്ചിട്ട് കാര്യമില്ല. കാരണം അവിടെ വരുന്ന ആൾക്കാർ ഇതൊന്നും ശ്രദ്ധിക്കില്ല. ഓക്കെ. അപ്പൊ നമ്മൾ ലൊക്കേഷൻസ് കാര്യങ്ങളും ഓഡിയൻസ് ഒക്കെ സെറ്റ് ചെയ്തു. ഇനി വാട്സപ്പ് എൻക്വയറി അല്ലേ, ഇവിടെ വരുന്നു. എവിടെ വരുന്നു? ഒന്നുമില്ല, നെക്സ്റ്റ് അടിക്കുന്നു, അത്രേ ഉള്ളൂ. അതാണ് ഇവിടെ വരുന്നു. അത് ജസ്റ്റ് ഒരു ഇതായി പറഞ്ഞതാ. നമുക്ക് ഹെഡിങ് വേണ്ടേ, കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തു, പേസ്റ്റ് ചെയ്യാം. ഇത് എന്തിനാണ് ഹെഡിങ് കൊടുക്കുന്നത്? മനസ്സിലാക്കാൻ. എന്ത് ഇത് അടുത്ത ഇതിലേക്ക് പോയോ? ഇതാ, അതായത് ആഡ് സെറ്റ് ഹൃദയഭാഗം. അത് നമ്മൾ പറഞ്ഞില്ല, ആഡ് സെറ്റ് എന്ന്. ആഡ് സെറ്റിൽ നിന്ന് നമ്മൾ നെക്സ്റ്റ് അടിച്ചു, മൂന്നാമത്തെ പാർട്ടായ ആഡിലേക്ക് എത്തി. അതായത് ഇവിടെയാണ് ഓഡിയൻസ്. അതായത് ഇവിടെ നെയിം മാത്രമേ വെക്കുന്നുള്ളൂ, ബാക്കി ബഡ്ജറ്റ് ആഡ് സെറ്റ് ബഡ്ജറ്റ് വേറെ ഒന്നും ചെയ്തില്ല. നമ്മൾ നെക്സ്റ്റ് അടിച്ചു. ശരിക്കും എൻഗേജ്മെന്റ് തന്നെയാണോ? അതെയോ? എൻഗേജ്മെന്റിൽ തന്നെ. എൻഗേജ്മെന്റിൽ നമ്മൾ ഇവിടെ ഓഡിയൻസിനെ അത് ഇതൊക്കെ സെറ്റാക്കി, ബഡ്ജറ്റ് ഒക്കെ സെറ്റാക്കി. നെക്സ്റ്റിലേക്ക് പോയി. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, പരസ്യം സെറ്റ് ചെയ്യാണ്. അവിടെ ആൾക്കാർ ആർക്കാണ് പോകേണ്ടത്, ഇനി ഇവിടെ എന്താണ് പോകേണ്ടത്, ഇവിടെ ആർക്കാണ് പോകേണ്ടത്, ഇവിടെ എന്താണ് പോകേണ്ടത്. ഓക്കെ. എന്നിട്ട് നമ്മൾ സിംഗിൾ ആണോ, അതായത് സിംഗിൾ അല്ല, ഓൾറെഡി പോസ്റ്റ് ചെയ്തതാണോ, അല്ലെങ്കിൽ ഒരു എണ്ണം ക്രിയേറ്റ് ചെയ്യണോ, അതൊക്കെ സെറ്റ് ചെയ്താൽ നമുക്ക് പറഞ്ഞില്ല നേരത്തെ. അതിന്റെ ഇമേജ് വേണോ, വീഡിയോ വേണോ, അതായത് ഒരു എക്സിസ്റ്റിംഗ് പോസ്റ്റ് എടുക്കാം നമുക്ക് തൽക്കാലം. എടുത്തു. ഓക്കെ, കണ്ടിന്യൂ എടുത്തു. ഓക്കെ. എന്നിട്ട് വേറെ ഒന്നും ചെയ്യാനില്ല, നേരെ എന്ത് ചെയ്യാം, പബ്ലിഷ് അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പിലേക്ക് എന്ത് ചെയ്യും, ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ 1 മണിക്കൂറും കൊണ്ട് പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞ് ആഡ്സ് ആക്റ്റീവ് ആവും. അത് മുതൽ എന്ത് ചെയ്യും, ആളുകളിലൊക്കെ കാണിക്കാൻ തുടങ്ങും. അപ്പോൾ പബ്ലിഷ് ചെയ്യാം. ഓക്കെ. ഇപ്പം ഇനി എൻക്വയറി ആണ് വേണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അവയർനെസ്സിന് പകരം എൻഗേജ്മെന്റ് ആക്കുക, വാട്സപ്പ് കണക്ട് ചെയ്യാം. അത്രേ ഉള്ളൂ. മനസ്സിലായല്ലോ? സ്പീഡ് കുറച്ച് പറഞ്ഞേ. അതായത് അവയർനെസ് അല്ലേ ഫസ്റ്റ് ചെയ്തത് നമ്മൾ. അതെ. അവയർനെസ്സിൽ നമ്മൾ വാട്സപ്പ് കണക്ട് ചെയ്തില്ലല്ലോ. ഇല്ല. അവിടെ റീച്ച് ആണ് അപ്പൊ വരിക. അതെ. നമ്മൾ എൻഗേജ്മെന്റിലോ വാട്സപ്പ് ആണ് കണക്ട് ചെയ്തത്. അപ്പൊ വേറെ എക്സ്ട്രാ ഒരു പണി വന്നത് എന്താ, വാട്സപ്പ് കണക്ട് ചെയ്യണം. അത് മാത്രമേ വന്നുള്ളൂ. മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായി. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ റീച്ച് അല്ല പ്രാധാന്യം, വാട്സപ്പിലേക്ക് എൻക്വയറി വരിക എന്നുള്ളതാണ് പ്രാധാന്യം. അപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, മറ്റേത് കൂടുതൽ ആളുകളിലേക്ക് കാണിക്കുമ്പോ കൂടുതൽ ആളുകളിലേക്ക് കാണിക്കും അവയർനെസ്സിൽ. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾക്കല്ല കാണിക്കുക. ഇവിടെ പ്രാധാന്യം എന്തിനാണ്, ക്ലിക്കിനാണ്, അതായത് എൻക്വയറിക്കാണ്. അപ്പൊ കൂടുതൽ മറ്റേതിന്റെ അത്ര ആളുകളിലേക്ക് ഇതിൽ കാണിക്കില്ല, അവയർനെസ്സിൽ കാണിക്കുന്ന അത്ര ആളുകളിലേക്ക് കാണിക്കില്ല. അങ്ങനെ കാണിക്കുമ്പോൾ സ്പെൻഡ് കൂടും. ഇംപ്രഷന് ഓരോ ഇംപ്രഷൻ പെർ
1000 ഇംപ്രഷൻ. ഓക്കെ, ക്ലിയർ ആണോ? യെസ് യെസ്. ഇനി മൂന്നാമത്തെ ലീഡ് ജനറേഷൻ. മൂന്നാമത്തെ ലീഡ്സ് അല്ലേ? ലീഡ് ജനറേഷൻ നമ്മൾ അവയർനെസ് ചെയ്തു, മെയിൻ ആയിട്ടുള്ളതാണ് ചെയ്യുന്നത്. ബാക്കിയുള്ളൊക്കെ വാട്സപ്പിലേക്ക് പോവാ, പക്ഷേ വെബ്സൈറ്റിലേക്ക് പോവാ എന്നുള്ളതാണ് ട്രാഫിക്. അതെ, ട്രാഫിക് വെബ്സൈറ്റിലേക്ക് പോകണം. നമുക്ക് ഇനി എന്താണ് നെക്സ്റ്റ്? ലീഡ്സ് ചെയ്യാണ്. ഓക്കെ, ലീഡ് ഫോം ക്രിയേറ്റ് ചെയ്യാം. അല്ലെ ലീഡ് ഫോം ക്രിയേറ്റ് ചെയ്യല്ലേ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പറയാം. ഇവിടെ വേറെ എന്തെങ്കിലും ചെയ്യണം? ഇല്ല, നിങ്ങൾക്ക് അവയർനെസ് മനസ്സിലായോ? അവയർനെസ് മനസ്സിലായി. എൻഗേജ്മെന്റ് മനസ്സിലായോ? എൻഗേജ്മെന്റ് മനസ്സിലായി. മനസ്സിലായില്ലേ? ഇത് എവിടെ എടുക്കുന്നത്? ഈ മെയിൻ ഇതിൽ നിന്നല്ലേ? ക്യാമ്പയിൻ, ആർട്സ് മാനേജർ അല്ലേ? ഈ തുറക്കുമ്പോൾ വരിക ഇങ്ങനെയായിരിക്കും, അതായത് ഈ ഒരു പ്രൊഫൈലേക്ക് വരിക. അതിന് ശേഷം നിങ്ങൾക്ക് ക്യാമ്പയിൻ ആണ് റൺ ചെയ്യേണ്ടത്. ക്യാമ്പയിൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യുക, ആ പരിപാടി. നിങ്ങൾക്ക് ഇനി പേയ്മെന്റ് ചെയ്യണമെങ്കിൽ ബില്ലിംഗ് പോവാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ലീഡ് ജനറേഷൻ വരും. ആർട്സ് മാനേജർ ആയിരിക്കും അവിടെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ. ഇത് ആർട്സ് മാനേജർ അക്കൗണ്ട് ആണല്ലോ, അതെ അതെ, അതുകൊണ്ടാണ് ആ ഒരു ഹെഡിങ് വന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്താണ്? ഇനി ലീഡ് ജനറേഷൻ ചെയ്യണം നമ്മൾ. ഓക്കെ, ഇനി ലീഡ് ജനറേഷൻ ചെയ്തു. അതിന് ശേഷം നമുക്ക് ആ ലീഡിനെ എന്ത് ചെയ്യണം? ഓട്ടോമേറ്റ് ചെയ്യണം. ഓക്കെ, എങ്ങനെയാണ് ലീഡിനെ ഓട്ടോമേറ്റ് ചെയ്യുക അതൊക്കെ നമുക്ക് നെക്സ്റ്റിൽ പറയാം. അപ്പോൾ മെറ്റാഡ് ക്ലാസ്സുകൾ കഴിഞ്ഞിട്ടില്ല, ഇനിയും കുറേ കാര്യങ്ങളുണ്ട്. ലീഡ് ജനറേഷൻ, ലീഡ് ഓട്ടോമേഷൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ. സോ നിങ്ങൾക്ക് ഇതുപോലത്തെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്ലാസ്സുകൾ വേണമെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ.